കൊടുവള്ളി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. പക്ഷെ ഇന്നത് വലിയ ടൗണായിട്ട് അങ്ങ് മാറിയതാണ് കൊടുവള്ളി. ഒരു ചെറിയ സ്ഥലമാണ് കൊടുവള്ളി. ആ കൊടുവള്ളിയിൽ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്. അതിൽ യാത്ര ചെയ്യുന്നവർക്കെ അറിയാമോ. അപ്പൊ നമ്മൾ നിലമ്പൂരേക്കൊക്കെ നമ്മൾ പോയാൽ കൊടുവള്ളി വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാം. അതായത് ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴും ഞാൻ കൊടുവള്ളി പോയിട്ടുണ്ട് പല കാര്യങ്ങൾക്കായിട്ട്. കൊടുവള്ളി വഴി യാത്ര ചെയ്യാനിടയായിട്ടുണ്ട്. അപ്പോഴൊക്കെ അവിടുത്തെ പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ മാഹിയിലൂടെ കടന്നു പോകുമ്പോൾ മദ്യക്കടകൾ കാണത്തില്ലേ? എവിടെ നോക്കിയാലും അതേ ഉള്ളൂ കാണാൻ, വേറെ ഒന്നുമില്ല. മാഹിയുടെ ആ റോഡ് സൈഡ് മുഴുവൻ മദ്യക്കടകളാണ്. അല്ലാത്ത സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അതിന്റെ കാരണം നമുക്കറിയാം. കേരളത്തിലുള്ളവർ പോയി ലാഭത്തിന് വാങ്ങിച്ചു കുടിക്കാനായിട്ട് പോകുന്ന സ്ഥലമാണ്. പോലീസുകാർ ഇപ്പുറത്ത് കാത്തു നിൽക്കും ആ പാലത്തിന്റെ അവിടെ. അവിടുന്ന് ഈ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവർ പിടിക്കുകയും ചെയ്യും. അത് കേസാവും. കുറേയൊക്കെ ഇങ്ങനെ കേസും ആവും. കുറേയൊക്കെ അവർ പോലീസുകാർ അത് വാങ്ങിച്ചിട്ട് അപ്പോൾ ഒരു 10 ഉപ്പ ഉണ്ടെങ്കിൽ ഒരു 5 ഉപ്പയും വാങ്ങിച്ചിട്ട് അവനെ 5 ഉപ്പയും കൊടുത്തിങ്ങി അയക്കും. അങ്ങനെയും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ കൊടുവള്ളിയിൽ നമ്മൾ കാണുന്നത് എന്താ? ആ റോഡ് സൈഡിൽ മുഴുവൻ സ്വർണ്ണക്കടകളാണ്. ഒരു ചെറിയ സ്ഥലമാണ്. അന്ന് ഞാൻ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 2000-ലൊക്കെയാണ് 2001-ലൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്. അന്ന് വളരെ ചെറിയൊരു കുഗ്രാമം പോലുള്ള ഒരു സ്ഥലം. പക്ഷെ അവിടോട്ട് ചെല്ലുന്നുണ്ട്, അവിടെ മുഴുവൻ സ്വർണ്ണക്കട, ചെറിയ കടകൾ മൊത്തം സ്വർണ്ണക്കടകളാണ് എല്ലാം. ഒരു എത്ര സ്വർണ്ണക്കടകളാണ് അവിടെ ഉള്ളത്, അത് പോയി നോക്കണം, അതിശയമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും കൊടുവള്ളി. അത് കാരണം എന്താണെന്നറിയോ? പണ്ട് മുതലേ കള്ളക്കടത്തിന്റെ കേന്ദ്രവും ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ഇത് കൊണ്ടുവന്ന് ഉരുക്കി റെഡിയാക്കുന്ന ഈ ഗോൾഡ് സ്മിത്തുമാരായ അപ്രൈസർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഗോൾഡ് സ്മിത്തുകൾ, തട്ടാന്മാർ, അവർ ധാരാളം ഉണ്ട് അവിടെ. അവർ ലോക്കലൈസ്ഡ് ആണ് ആ കാര്യത്തിൽ ഉണ്ട്. അപ്പൊ അവര് ശ്രീ അൻവർ പറഞ്ഞേക്കുന്നത് പോലെ ഒരു ഗോൾഡ് സ്മിത്തിന്റെ കാര്യം പറഞ്ഞു. അയാൾ വളരെ വലിയ കോടീശ്വരനായിട്ട് മാറി. എങ്ങനെയാണ് അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ശരിയാണ്. കാരണം അത് അത്രത്തോളം അത് ആ പോലീസുമായിട്ടുള്ള ബന്ധം അതാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഈ പോലീസ് പിടിക്കുന്ന സ്വർണ്ണമൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇയാളെ കൊടുത്ത് ഉരുകിക്കുക. ഇതിനതിനെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, ഗുരുതരമായൊരു പ്രശ്നം ശ്രീ അൻവർ ചൂണ്ടിക്കാണിച്ചത് സത്യമാണ്. അതായത് ഈ വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പിടിക്കാൻ യഥാർത്ഥത്തിൽ പോലീസിന് അവകാശമുണ്ടോ, അധികാരമുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം പ്രയർ ഇൻഫർമേഷൻ കിട്ടുന്നത് പോലും ഉണ്ട്. കേസുകൾ ഉണ്ടെങ്കിൽ അത് കസ്റ്റംസിന് ആ വിവരം കൊടുക്കാതെ പോലീസ് മാറി നിന്ന് ഇത് പിടിക്കും. ഇവർക്ക് എന്താ ഇതിന്റെ ആവശ്യം? ഈ നാട്ടിലെ കൊലപാതകങ്ങളും അടിയലച്ചിലും അങ്ങനെയുള്ള ബന്ധപ്പാടും ലോ ആൻഡ് ഓർഡറും നോക്കാനുള്ള പോലീസ് നേരെ വിമാനത്താവളത്തിന്റെ പരിസരത്ത് പോയി നിന്ന് കറങ്ങാണ്. എന്തിനെ? വിദേശത്ത് കൊണ്ടുവരുന്ന സ്വർണം പിടിക്കാനായിട്ട്. ഇതാണ് അവരുടെ ജോലി. കാരണം അവരെ ആ രീതിയിൽ പിടിച്ചാലേ അവർക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, ചൂണ്ടിക്കാണിച്ച വളരെ സത്യസന്ധമായ ഒരു കാര്യം അത് പറഞ്ഞ് കണ്ടു. 156 കേസുകൾ ഇവിടെ, അതുപോലെ കോഴിക്കോട് നിന്ന് ഈ കരിപ്പൂരിൽ നിന്ന് സ്വർണം പോലീസ് പിടിച്ച കേസുകളുണ്ട്. ഈ 156 കേസുകളും 102 CRPC അനുസരിച്ച്, സെക്ഷൻ 102 CRPC, പഴയ CRPC അനുസരിച്ച്, അതായത് ഈ മോഷണ സ്വർണം ഹാജരാക്കുന്നവരെ വൈശട്ടൂണതി ഹാജരാക്കി കൊടുക്കുകയാണ്. അപ്പൊ എന്താ പറയുക, അത് തൊണ്ടി മുതൽ ഇവരുടെ ഇന്ന് പിടിച്ചെന്ന് പറയും. പിടിച്ചെന്ന് പറയുന്നത് അവർ കൊടുക്കുന്നതാണ് ഇവരുടെ ഇന്ന് പിടിച്ചെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് പിടിച്ചത് അതുപോലെ അന്നേരം തന്നെ ഹാജരാക്കല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൊണ്ടി കൊടുത്ത് ഉരുക്കി സ്വർണ്ണമാക്കി കൊടുക്കണ്ടേ അവർക്ക്? അദ്ദേഹം പറഞ്ഞാൽ വളരെ വലിയ രാജ്യസ്നേഹം ഇവന്മാർക്കുണ്ട്. അത് കാരണം ഇതെല്ലാം ഉരുക്കി റെഡിയാക്കി ശരിയായ സ്വർണ്ണമായിട്ട് മാറ്റി വേണം സ്വർണ്ണമാണെന്ന് കാണിച്ചു കൊണ്ട് കൊടുക്കണം. ആര് പറഞ്ഞു ഇങ്ങനെ തൊണ്ടി മുതൽ പിടിച്ചാൽ തന്നെ ആ തൊണ്ടി മുതൽ അതുപോലല്ലേ ഹാജരാക്കേണ്ടത്? ഇങ്ങനെ ഉരുക്കാനെ ആര് പറയുന്നു? ഇവർ ഉരുക്കും. ഇവർക്ക് ഉരുക്കിയേ പറ്റൂ. കാരണം അത് ഇന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞു. അത് വളരെ ക്ലാസിക് എക്സാമ്പിളാണ്. അവരാകെപ്പാടെ കൊണ്ടുവന്നത് എന്ന് പറയുന്നത് ഏതാണ്ട് 17 പവനോളം സ്വർണ്ണ ആഭരണം അവരുടെ ശരീരത്തുണ്ടായിരുന്നു. ഇവർ സ്വർണം കടത്തുന്നു എന്നുള്ള വിവരം നേരത്തെ ഇവർക്ക് കിട്ടി. കസ്റ്റംസിനല്ല, ആ വിവരം കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അവർ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അവർ കസ്റ്റംസിന് അത് പാസ് ചെയ്യണം. അല്ലെങ്കിൽ കസ്റ്റംസിന്റെ പ്രിവെന്റീവ് യൂണിറ്റിന് അത് വേണം. അല്ലെങ്കിൽ കസ്റ്റംസിന് തന്നെ വിജിലൻസ് വിഭാഗമുണ്ട്, അവർക്ക് കൊടുക്കണം. ആർക്കെങ്കിലും അവർക്ക് ഈ വിവരം കൈമാറണം. അത് നിർബന്ധമാണ്. അത് ചെയ്യുന്നതിന് പകരം ഇവർ അനങ്ങാതെ മാറി നിന്നിട്ട് ഇവർ കൊണ്ടുവന്നു വഴി വെച്ച് പിടിച്ചു. ഇതാ കാര്യം. ഇത് കസ്റ്റംസിൻ്റെ ഒത്താശയോടാണെന്ന് പറയപ്പെടുന്നു. സത്യമാവാൻ സാധ്യതയുണ്ട്. കാരണം വീതിച്ചെടുത്താൽ മതിയല്ലോ. ഇവർ പിടിക്കുമ്പോൾ സാധാരണഗതി ഇങ്ങനെയുള്ള ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചു കൊടുത്താലോ പിടിച്ചാലോ, പിടിച്ചു കഴിഞ്ഞാൽ 15% സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഇവർക്ക് കിട്ടും കേട്ടോ. റെമ്യൂണറേഷൻ പോലെ കിട്ടും. കാരണം അതിൽ നിന്ന് എന്തിന്റെ വിഹിതമാണ് കിട്ടുന്നത്, 15% കിട്ടും. പക്ഷെ ആ 15% പോരാ, 40% വേണം.
എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ചിലപ്പോൾ മുഴുവനും വേണം. അപ്പോൾ 18 കിലോ സ്വർണ്ണം വാങ്ങേണ്ട ഈ സ്ത്രീ കൊണ്ടുവന്നതാണ് കേട്ടോ. ആ കൊണ്ടുവന്ന് അത് അപ്പോൾ എത്ര രൂപയുടെ മുതൽ കാണും? അതെന്നിട്ട് ഇവരും കൂടെ എടുത്തിട്ട് അവർ കൊണ്ടുവന്ന ആഭരണങ്ങൾ എടുത്ത് കോടതി ആരാക്കി, മജിസ്ട്രേറ്റ് കോടതി കൊടുത്തു. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു 20 പവൻ സ്വർണം വരെ ഒരു സ്ത്രീക്ക് ശരീരത്തിൽ കൊണ്ടുവരാം, പുരുഷനായാലും സ്ത്രീക്കായാലും കൊണ്ടുവരാം. ആഭരണങ്ങൾ അതിന് കുഴപ്പമൊന്നുമില്ല കൊണ്ടുവരുന്നതിന്, അതിന് പ്രശ്നമൊന്നുമില്ല. അത് കസ്റ്റംസിനൊന്നും പിടിക്കാനൊക്കത്തില്ല, അത് പിടിക്കത്തില്ല. കാരണം അവരിട്ടിരുന്ന സ്വർണ്ണമാണത്. ഞാൻ പോയപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ വന്നപ്പോഴും ഉണ്ട് ഇത്. അതുകൊണ്ട് ആ സ്വർണ്ണം ഒന്നും പിടിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അവർ പിടിക്കത്തുമില്ല, അത് കസ്റ്റംസ് അനങ്ങത്തില്ല ആ കാര്യത്തിൽ. പരസ്യമായിട്ട് ഇട്ടുകൊണ്ട് വരാം. ഇത് ഈ 17 പവന്റെ സ്വർണ്ണം ഇട്ടുകൊണ്ട് വന്ന ഈ സ്ത്രീയെ ഇതുപോലെ പിടിച്ചോണ്ട് കൊണ്ടുവന്നപ്പം മജിസ്ട്രേറ്റ് ചോദിച്ചത് എന്തിനാ പിടിച്ചോണ്ട് വന്നതെന്ന് ചോദിച്ചു. അത് മോഷണ മുതല, ഇവർ പറഞ്ഞു അവരുടെ മുതലാണ്. അവസാനം തിരിച്ചിറക്കി അങ്ങ് വിട്ട്, ഒന്നുമില്ല. 102 അനുസരിച്ചുള്ള പ്രൊഡക്ഷനാണ്. ഈ 156 കേസുകളും യഥാർത്ഥത്തിൽ പോലീസ് അന്വേഷിക്കണം. ഇപ്പൊ ഏതാണ്ട് ഇൻവെസ്റ്റിഗേഷൻ മെക്കാനിസം ഉണ്ടാക്കി വെച്ചേക്കല്ലേ. എന്തിനിത്? ഇത് യഥാർത്ഥ പോലീസ് സേനയെ രൂപീകരിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് അവർക്ക് സ്പെഷ്യൽ പവേഴ്സ് കൊടുത്തിട്ട് കൺഫർ ചെയ്തിട്ട് ഈ കേസ് പിടിച്ച് റിപ്പോർട്ട് ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനുള്ള മാർഗം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ ഇത് ഈ മുഖ്യമന്ത്രി പോകുന്നവരെ ഇതിങ്ങനെ തട്ടിക്കളിച്ചിട്ട് മുഖ്യമന്ത്രി അങ്ങ് പോകും, കാര്യം തീർന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആയിക്കോട്ടെ, അപ്പോൾ പിന്നെ അതിന് പുതിയ കേസെടുക്കണം. ആ രീതിയാക്കേണ്ട കാര്യമുണ്ടോ നമുക്ക്? ഇങ്ങനെ ഇല്ലല്ലോ എന്ന്. അങ്ങനെ ചെയ്യേണ്ടതിന് പകരം ഇപ്പൊ ചെയ്തു വെച്ചേക്കുന്ന ഈ തോന്നിവാസങ്ങളൊക്കെ എന്താണ്? പിന്നെ ഇത് മാത്രമല്ല, ഇത് ആ സൈക്കിള് മുഴുവനായിട്ട് വിഴുങ്ങി എന്ന് ശ്രീ അൻവർ പറഞ്ഞു. കാരണം അവരുടെ ദേഹത്തുള്ള ആഭരണം മാത്രം പ്രൊഡ്യൂസ് ചെയ്തു, ബാക്കി അവർ കൊണ്ടുവന്ന സൈക്കിളിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇതാ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ എത്ര പേരുടെ കൈ 156 കേസുകളിലെ സ്വർണം പിടിച്ചതാണ്. ഈ ഏതാണ് ഒരു ആവറേജ് അദ്ദേഹം പറഞ്ഞ പോലെ ഒരു 3 കിലോ സ്വർണ്ണം, 3 കിലോ ഏറ്റവും കുറവാണ്, അതായിരിക്കല്ല കാര്യം. ഒരാൾ തന്നെ 18ഉം 20ഉം കിലോ സ്വർണ്ണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം 3 കിലോ ആകും? ഇല്ലല്ലോ. ആവറേജ് നോക്കിയാൽ ആവറേജ് 3 കിലോ വെച്ച് കണക്കാക്കിയാൽ തന്നെ എത്ര പവനായി? ഈ രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പോലീസിന് കൊടുക്കാതെ ഇത് പിടിക്കും, പിടിച്ചതിന് ശേഷം ഇത് കസ്റ്റംസിന് കൊടുക്കാതെ പോലീസ് പിടിച്ച് ഇത് ഉരുക്കിയെടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 ക്യാരറ്റ് പ്യൂരിറ്റി ഉള്ള സ്വർണം അത് അവസാനം 18 ക്യാരറ്റ് ആകുമ്പോൾ എന്തുമാത്രം വ്യത്യാസം വരുമെന്നറിയാം. ഒരു പവനിൽ നിന്ന് എത്ര രൂപ അടിക്കാൻ പറ്റും? ഒരു പവനിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു 20,000 രൂപ കിട്ടും. 20,000 രൂപ ഏറ്റവും കുറഞ്ഞത് കിട്ടും. അങ്ങനെ വരുമ്പോൾ മാത്രം. എന്നിട്ട് ഇത് മൊത്തം കൂടെ അങ്ങ് അടിക്കാൻ ആണെങ്കിലോ കോടിക്കണക്കിന് രൂപ കിട്ടും. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്ര കോടി രൂപ അവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നറിയോ? അപ്പൊ അത് യഥാർത്ഥത്തിൽ മുഴുവൻ കേസുകളും അന്വേഷിക്കേണ്ടതാണ്. അത് ശ്രീ അൻവർ ചെയ്തേക്കുന്ന ഒരു വലിയ സേവനമാണ് ഈ 156 കേസുകളിലെ വിവരം ശേഖരിച്ചെടുത്തതും ഇത് റിപ്പോർട്ട് ചെയ്യുന്നതും. അത് യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ടായിട്ട് പരിഗണിച്ച് അത് എടുത്തിട്ട് അതിൻ്റെ മേളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് മുഴുവൻ അന്വേഷണം നടത്തണം. അല്ലാതെ ഇതുപോലെ ഇരുട്ടുകൊണ്ട് ഓട്ടാടി അടയ്ക്കാനായിട്ട് ശശി രക്ഷപ്പെടുത്താനും ഒക്കെ ആയിട്ട് മാത്രം ഉള്ള ഒരു എക്സർസൈസ് ആയിട്ട് ഇത് മാറരുത്. അതാ ചെയ്യേണ്ടത്, അത് ചെയ്യണം. ഇനി ഇത് ഞാൻ ഇപ്പം പറഞ്ഞു, ശ്രീ അൻവർ വലിയ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അത് നോക്കിയപ്പോൾ ഈ ശശിക്കെതിരെയുള്ള പരാതി ഒന്നും എഴുതി കൊടുത്തിട്ടില്ല. അതൊക്കെ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ വിളിച്ചു പറഞ്ഞത് എല്ലാവരും കേട്ടതാണല്ലോ. അത് ഈ പാർട്ടി സെക്രട്ടറിയും അത് എപ്പോഴും ബഹുമാന്യനെന്ന് ഉപയോഗിച്ചിട്ടേ ശ്രീ അൻവർ പറയാറുള്ളൂ. ബഹുമാന്യനായ പാർട്ടി സെക്രട്ടറിയും ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ബാക്കി ബഹുമാന്യനായ DGP ഒക്കെ ഇത് കേട്ടിട്ടുണ്ടല്ലോ. ഈ സാധനം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ട് ഒരാൾ പറഞ്ഞു അത് പോരെ, ഇനി ശശിയുടെ പേര് എഴുതി കൊടുത്ത് തൊട്ടും കാണിക്കണമായിരിക്കും ഇതാരാണെന്ന് ശശിയെന്ന് കേട്ടെ. ഇത് എന്നാലേ അവർ അതിന് നടപടിയെടുക്കൂ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇവിടെ ഇപ്പോ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്, അല്ലാതെ വേറെ ആരുമില്ല. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഇരിക്കുന്ന ആളുകളാണ് ഈ പാർട്ടി സെക്രട്ടറി, അതുപോലെ തന്നെ ഈ ശശി എന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ഇവിടെ നിയമം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിയമം. പക്ഷെ ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഇതിപ്പോ ഇത് എന്തുകൊണ്ട് തോറ്റു ഇന്ന് മാതൃഭൂമിയിൽ എഴുതിയേക്കുന്ന വാർത്ത വന്നതാണ്. എന്തുകൊണ്ട് തോറ്റു എന്ന്. സന്ദേശം എന്ന് പറയുന്ന സിനിമയിലെ ഒരു വിഖ്യാതമായ ഒരു വാചകമാണ്. ആ നടൻ മരിച്ചുപോയി, കൊട്ടാരക്കരക്കാരനാണ്, ഞാൻ പേര് മറന്നുപോയി, ബോബി കൊട്ടാരക്കര ചൂണ്ടിക്കാണിച്ചാണ്.
അതായത് എന്തുകൊണ്ട് തോറ്റു, അന്തർധാര സജീവമായിരുന്നു എന്നൊക്കെ മറ്റേതൊക്കെ പറയുമല്ലോ ശങ്കരാടി. അപ്പൊ അവസാനം ഇതൊന്നും മനസ്സിലാവാതെ റാഡിക്കലായിട്ടുള്ള കാര്യം ഇതൊക്കെ പറഞ്ഞു. അവസാനം ഇതെല്ലാം പറഞ്ഞപ്പോ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചു. അത് നീ സ്റ്റഡി ക്ലാസ്സിൽ പോകാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് സ്റ്റഡി ക്ലാസ്സിൽ പോകണമെന്നൊക്കെ നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് തോറ്റു എന്ന് ജനങ്ങൾ, അതായത് പാർട്ടി സമ്മേളനങ്ങളിൽ ഇപ്പൊ ചോദ്യം തുടങ്ങി. ജനങ്ങളിൽ നിന്ന് ഇതാകുന്നു. ശരിയാണ്, ഗുണ്ടകളോടൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. റോഡെ പോകുന്നവനെ എടുത്തിട്ട് അടിക്കാനും അതുപോലെ തൊഴിക്കാനും നവകേരളം നടത്താനും ഒക്കെ നടക്കുമ്പോൾ ആലോചിക്കണം ഇതുപോലെ സംഭവിക്കുന്നു. അടുത്ത പ്രാവശ്യം പച്ചയ്ക്ക് തുടരണമെങ്കിലുണ്ടല്ലോ, യവന്മാരെയൊക്കെ ആദ്യം അങ്ങ് വെളിയിലാക്കണം, ഈ ഗുണ്ടാ സംഘങ്ങളെ ഇതിൽ നിന്ന്. എന്നിട്ട് ജനങ്ങളുമായിട്ട് ഇടപെടണം, ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ആദ്യം ഇതിലൊക്കെ ഒരു അന്വേഷണം വരട്ടെ, ഈ കേസുകൾ അതേപോലെ ഈ സംഭവങ്ങളിലൊക്കെ വന്ന് അന്വേഷണം വരട്ടെ. ഇതിന്റെ പുറയിലുള്ള ഉള്ളുകളികൾ, ഇതിന്റെ കള്ളത്തരങ്ങൾ, പൊള്ളത്തരങ്ങൾ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കട്ടെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിപ്പോ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നതിനും വിളിച്ചുണർത്താൻ പറ്റുമോ?